രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും ഇന്ത്യൻ ജോഗ്രഫി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നടന്ന സ്റ്റേജ് 1 നടന്ന ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടഫുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒക്കെ NCERT നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേജിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് സ്റ്റേജിലത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? നമുക്ക് നോക്കാം എവിടെ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതെന്ന്. ക്ലിയർ ആണോ എന്നറിയില്ല. +1 ടെക്സ്റ്റ് ബുക്കാണ്. +1 ജോഗ്രഫി ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ. ഫസ്റ്റ് രണ്ടാമത്തെ പാർട്ടാന്ന് തോന്നുന്നു. അപ്പോൾ അതിലെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, നോക്കിയേ. മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന മിസോറാം. എന്താണ്? കണ്ടോ? മൊളാസിസ് തടം എന്നറിയപ്പെടുന്നപ്പോൾ എന്താണ്? മിസോറാം ആണ് മൊളാസിസ് തടം എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ. കുറച്ച് ഡീപ്പായിട്ടുള്ള ഇതാണ്. അതായത് വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. NCERT ആണ്. NCERT പോലെ കറക്റ്റ് പോയിന്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. നമ്മളെന്താ പാരഗ്രാഫായിട്ട് വായിച്ച് പോകേണ്ട തന്നെയാണ് കേട്ടോ. അപ്പോൾ മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇതാണ്. മിസോറാം സംസ്ഥാനമാണ്. ക്ലിയർ ആയി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന മിസോറാം മൃദുവായതും ദൃഢീകരിക്കാത്തതുമായ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ടതാണ്. പിന്നെ നാഗാലാൻഡിനെ കുറിച്ച് എന്താ പറയുന്നത്? നാഗാലാൻഡിൻ്റെ മിക്ക നദികളും ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണ്. മിസോറാമിലെയും മണിപ്പൂരിലെയും 2 നദികൾ മാഗ്നയുടെ പോഷക നദിയായ ബരക്ക് നദിയുടെ പോഷക നദികളാണ്. ചോദിക്കാം അല്ലേ? അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇനി ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഈ ഒരു ജോഗ്രഫി, ഈ ഒരു ചാപ്റ്റർ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ചാപ്റ്ററിൽ നിന്നാണ് നന്നായി ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ചാപ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ആ ഒരു ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ എന്താണ്? നാഗാലാൻഡിലെ മിക്ക നദികളും ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണെന്ന് മനസ്സിലായി. മിസോറാമിലെയും മണിപ്പൂരിലെയും 2 നദികൾ മാഗ്നയുടെ പോഷക നദിയായ ബരക്ക് നദിയുടെ പോഷക നദികളാണ്. മണിപ്പൂരിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിലുള്ള നദികൾ മ്യാൻമറിലെ ഐരാവതി നദിയുടെ പോഷക നദിയായ ചിന്തുവി നദിയുടെ പോഷക നദികളാണ്. പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. മൊളാസിസ് തടം എന്നറിയപ്പെടുന്നത് മിസോറാമാണ്. അതുപോലെ തന്നെ മിസോറാമിലെയും മണിപ്പൂരിലെയും 2 നദികൾ മാഗ്നയുടെ പോഷക നദിയായ ബരക്ക് നദിയുടെ പോഷക നദികളാണ്. മണിപ്പൂരിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിലുള്ള നദികൾ മ്യാൻമറിലെ ഐരാവതി നദിയുടെ പോഷക നദിയായ ചിന്തുവി നദിയുടെ പോഷക നദികളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാണ് പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത്? ഇതും ഡയറക്റ്റ് NCERT തന്നെയാണ്. നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ തന്നെ ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയം എന്ന് പറയുന്ന ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയിലാണ് ഈ ഹിമാലയത്തിൻ്റെ, ഈ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്ന ഈ ഭൂവിഭാഗം കാണപ്പെടുന്നതെന്ന് പറയുന്നുണ്ട്. സിന്ധു, ഗംഗ എന്നീ 2 നദീവ്യൂഹങ്ങളാണ് ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട നീരൊഴുക്കുകൾ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ഈ പ്രദേശം പ്രസിദ്ധമായ പഞ്ചപ്രയാഗങ്ങളുടെ പേരിലും അറിയപ്പെടുന്നു.